ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തെ ആസ്പദമാക്കി ഏതാനും ലളിത ചിന്തകൾ. ആ ഭാഗം ഇപ്രകാരമാണ്: എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. All have sinned and come short of the glory of God എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ. അപ്പോൾ ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കേണ്ട ചിന്തകൾ എന്താണ്? ന്യായമായും ഉദിക്കാവുന്ന ചിന്തകൾ എന്താണ്? ഇത് പറയുമ്പോൾ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് നാം ചിന്തിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് വായിക്കണം എന്ന ഒരു നിർദ്ദേശം യേശു നൽകിയ പഠിപ്പീരിലുണ്ട്. നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും. നാം വേദപുസ്തകം വായിക്കുമ്പോൾ അന്വേഷണ ബുദ്ധിയോടെ വായിക്കണം. വേദപുസ്തകം വായിക്കുന്ന ഒരു കടമയെന്ന വിധത്തിൽ ഇപ്പോൾ നാം രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കുന്നു. അതൊരു കടമ പോലെയാണ്, ഒരു സോഷ്യൽ ഓബ്ലിഗേഷൻ പോലെയാണ്. അതിനകത്ത് ആരോഗ്യപരമായ കാര്യമുണ്ട് എങ്കിലും നാം ബഹുഭൂരിപക്ഷം ആളുകളും പല്ല് തേക്കുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ കടമ നിർവഹിക്കുമ്പോൾ നാം അതിനെപ്പറ്റി കൂലങ്കഷമായി ചിന്തിക്കാറില്ല. ഏതാണ്ട് അതിന് സമാനമായ വിധത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും വേദപുസ്തകം വായിക്കുന്നത്. ഒരു കടമ നിർവഹിക്കുന്നു. ആ നിർവഹിക്കുന്നതിൽ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനോ തലപ്പുകയാനോ അന്വേഷിക്കാനോ ആവശ്യമില്ല. അത് 2 മിനിറ്റ് 3 മിനിറ്റ് വായിച്ചു തീർന്നു, പിന്നെ മറ്റെന്തെങ്കിലും പരിപാടിയായി. അങ്ങനെ വേദപുസ്തകം വായിക്കുന്നത് വേദപുസ്തകത്തെ ഉപയോഗിക്കുകയല്ല, ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു വലിയ അത്യാവശ്യം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ വേദപുസ്തകത്തെ വളരെ ശ്രദ്ധയോടും ബഹുമാനത്തോടും വായിക്കുന്ന അനേക അക്രൈസ്തവരായ വ്യക്തികളെ കണ്ടുമുട്ടാൻ എനിക്കിടയായിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് KP അപ്പൻ എന്ന് പറഞ്ഞ കേരളത്തിലെ വളരെ പ്രശസ്തനായ വളരെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ബൈബിൾ ദി ആർമർ ഓഫ് ലൈറ്റ് എന്ന ശീർഷകത്തിൽ ഞാൻ തർജ്ജമ ചെയ്യുകയും അത് 2 തവണ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഈ സമയത്ത് സാന്ദർഭികമായി ഞാനത് സൂചിപ്പിക്കാം. അങ്ങനെ അനേകം ക്രൈസ്തവരെ കണ്ടുമുട്ടുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അവരൊക്കെ വേദപുസ്തകം വായിക്കുന്നത് ക്രിസ്ത്യാനികൾ വായിക്കുന്നത് പോലെയല്ല. വളരെ അന്വേഷണ ബുദ്ധിയോടുകൂടെ തന്നെ, വളരെ പ്രതീക്ഷയോടുകൂടെ തന്നെ വേദപുസ്തകം വായിക്കുന്ന, നിരന്തരം അതിനെപ്പറ്റി അന്വേഷിക്കുന്ന അനേകം ക്രൈസ്തവരായ സ്നേഹിതരെ, ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അപ്പോൾ നാം വേദപുസ്തകം വായിക്കുമ്പോൾ അപ്രകാരമായിരിക്കണം എന്നൊന്ന് സൂചിപ്പിക്കുന്നു, അത്രമാത്രം. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭ അംഗങ്ങൾക്ക് എഴുതുമ്പോൾ അവിടെ ഒരു സമത്വത്തിൻ്റെ സൂചന നൽകുകയാണ്. സമത്വം, ആത്മീയതയിൽ സമത്വമുണ്ട് എന്നതാണ് നമ്മുടെ ചിന്താവിഷയം. ഈക്വാളിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, ഓർ ദ ഈക്വാളിറ്റി എൻവിസേജ്ഡ് ഇൻ സ്പിരിച്വാലിറ്റി. ആത്മീയത നിഷ്കർഷിക്കുന്ന സമത്വം, അതാണ് നമ്മുടെ ചിന്താവിഷയം. അപ്പോൾ പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ വ്യക്തമായി അദ്ദേഹം പറയും, ആത്മീയതയുടെ ബാലപാഠം തന്നെ സമത്വം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആത്മീയമായ കാഴ്ചപ്പാട് ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന കാഴ്ചപ്പാടിനേക്കാൾ എക്കാലത്തും വ്യത്യസ്തമുള്ളതായിരിക്കും. ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് സമത്വത്തിൻ്റേതല്ല, ശ്രേണീബദ്ധമായ കാഴ്ചപ്പാടാണ്. ഹൈറാർക്കിക്കൽ വിഷൻ എന്ന് പറയും. ഉച്ചനീചത്വങ്ങളുടെ, ആരും സമത്വത്തിൽ വിശ്വസിക്കുന്നില്ല. സമത്വത്തെ വെറുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അസമത്വത്തെ ആഗ്രഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് പ്രാകൃത മനുഷ്യ സ്വഭാവം എക്കാലത്തും വെച്ച് പുലർത്തിയിരുന്നത് എന്ന് ചരിത്രം അല്പമൊന്ന് കണ്ണുപിടിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. നാം ആരെയാണ് എക്കാലത്തും ബഹുമാനിച്ചുകൊണ്ടിരുന്നത്? മറ്റുള്ളവരെ അടിച്ചമർത്തുകയും
മറ്റുള്ളവരുടെ വിലയിടിക്കുകയും അവരെ തരം താഴ്ത്തുകയും അവരുടെ സ്വാതന്ത്ര്യത്തെയും സാധ്യതകളുടെയും ആത്മാഭിമാനത്തെയും ചവിട്ടിമെതിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് മഹാന്മാരായിട്ട് നാം കരുതിയിരുന്നത്. അങ്ങ് ഉച്ചതലത്തിലിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ നമ്മെ ചവിട്ടി താഴ്ത്തിയത് കൊണ്ട് അവർ മഹാന്മാരായി. ഇപ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്, ഷാർലിമെയിൻ ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്, നെപ്പോളിയൻ ബോണപ്പാർട്ട് ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നാം ഹിറ്റ്ലർ ദ ഗ്രേറ്റ് എന്ന് പറയേണ്ട ഗതികേടിലാകുമായിരുന്നു. അപ്പോൾ ലോകത്തിൽ മഹാന്മാരെന്ന് പറയുന്ന ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്രകാരം അസമത്വത്തിൻ്റെ ആവിഷ്കാരങ്ങളായിരുന്നു. മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ക്കുകയും സ്വന്തം താല്പര്യത്തിന് വേണ്ടി എത്ര ലക്ഷം പേരെ കൊല്ലേണ്ടി വന്നാലും കൊല്ലുവാൻ മടിയില്ലാത്തവരും, അങ്ങനെ അസമത്വം കൊണ്ട് അല്ലെങ്കിൽ അസമത്വം ആഭരണമായി അണിഞ്ഞു നടന്ന വ്യക്തികളെയാണ് വലിയവരെന്നും മഹാന്മാരെന്നും ഒക്കെ പറഞ്ഞ് നാം ചരിത്രത്തിൽ ഇന്നും ബഹുമാനിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇപ്പോൾ ഭാരതത്തിൽ മഹാത്മാഗാന്ധി മഹാനാണോ ആയിരുന്നോ അതോ ഗോഡ്സെ ആയിരുന്നുവോ കൂടുതൽ നമ്മുടെ ആരാധനയ്ക്ക് അർഹനെന്ന ഒരു വിവാദം ഭാരതത്തിൽ ആരംഭിച്ചിട്ട് കുറച്ച് നാളായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അത് നാം വ്യക്തമായി തിരിച്ചറിയാം. ഇനിയും വേദപുസ്തകം കൽപ്പിക്കുന്ന സമത്വത്തിനൊരു അടിത്തറയുണ്ട്, ഒരു ഫൗണ്ടേഷനുണ്ട്. അതെന്താണ്? എല്ലാവരും തുല്യമായി ദൈവകൃപയിൽ നിന്ന് അകന്ന് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല. ഈ കാര്യത്തിൽ എല്ലാവരും സമന്മാരാണ്. ഇത് ഒരു ആത്മീയ സമത്വത്തിൻ്റെ തത്വമാണ്. എല്ലാവരും ഒന്നുപോലെ ദൈവകൃപയിൽ നിന്ന് അകന്നു പോയിട്ട് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇത് എല്ലാവരെയും തുല്യമായി ബാധിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇതെല്ലാവരിലും തുല്യമായി കുടികൊള്ളുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് എല്ലാവരുടെയും അവസ്ഥയെ പൊതുവായി പരാമർശിക്കുന്ന, വെളിപ്പെടുത്തുന്ന, അടയാളപ്പെടുത്തുന്ന വാക്കുകളാണ്. ഇത് സത്യമെങ്കിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിധിയിൽ നിന്ന് ആരും ഒഴിഞ്ഞു നിൽക്കുന്നില്ല, ഇതിന് അതീതമായിട്ട് ആരുമില്ല എന്ന് തന്നെയാണല്ലോ ഒരു ഭാഷ നമ്മെ അറിയിക്കുന്ന. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് വേദപുസ്തകം കൊണ്ട് ഉപജീവനം നയിക്കുന്ന പുരോഹിതവർഗത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്നുവോ ഇല്ലയോ? എല്ലാവരും തുല്യമായ സാമ്പത്തിക പട്ടിണിയിലാണ് എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും തുല്യമായ സാമ്പത്തിക ശേഷിയുള്ളവരാണ് എന്നല്ല പറയുന്നത്, എല്ലാവർക്കും തുല്യമായ രാഷ്ട്രീയമായ ഭുജബലമുണ്ട് അല്ലെങ്കിൽ ബലഹീനതയുണ്ട് എന്നല്ല പറയുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മീയ മേഖലയിൽ നിങ്ങളായിരിക്കുമ്പോൾ, നിങ്ങൾ ആത്മീയരാണ് എന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും മറ്റുള്ളവരുടെ മുമ്പിൽ സമ്മതിക്കേണ്ടതുമായ പ്രാഥമികമായ സത്യം, നിങ്ങൾ മറ്റാരേക്കാളും മേന്മയുള്ളവരല്ല എന്നത് തന്നെയാണ്. മറ്റെല്ലാവരെ പോലെ നിങ്ങളും പാപികളാണ്. വേദപുസ്തകത്തിൻ്റെ സമത്വം, അതായത് ആത്മീയമായ സമത്വം കുടികൊള്ളുന്ന അല്ലെങ്കിൽ അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അടിത്തറ ഈ ആത്മീയമായ സമത്വത്തിൽ തന്നെയാണ്. വല്ല സംശയമുണ്ടോ? ഇതിനേക്കാൾ വ്യക്തമായൊരു പ്രസ്താവന നമുക്കാവശ്യമില്ല. ഇത് പ്രഖ്യാപിക്കുകയും ഇത് വ്യാഖ്യാനിച്ച് മനുഷ്യർക്ക് വിളമ്പിക്കൊടുക്കുന്നതുമായ പുരോഹിതവർഗം എങ്ങനെയാണ് സാധാരണ വിശ്വാസികൾ പാപികളും ഞങ്ങളെല്ലാവരും വിശുദ്ധന്മാരുമാണ്, അവരുടെ പാപം ക്ഷമിച്ചു കൊടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നത് എങ്ങനെയാണ്? വേണ്ട, പാപം ക്ഷമിക്കുന്നതിലേക്ക് പോകണ്ട. സാധാരണ വിശ്വാസികളെക്കാൾ, ഐമേനികളെക്കാൾ, അൽമായക്കാരേക്കാൾ ഞങ്ങൾ ആത്മീയമായ മേന്മയുള്ളവരും അതുകൊണ്ട് അവരുടെ മേൽ അധികാരം നിലനിർത്തുവാൻ, അധികാരം പ്രയോഗിക്കുവാൻ അവകാശമുള്ളവരുമാണ്
ഞങ്ങളവരെക്കാൾ മേൽത്തരമായ ആളുകളാണ്. ഞങ്ങൾ ആത്മീകമായി മേലേക്കിടയിൽ നിൽക്കുന്ന ആത്മീയ മേലാളന്മാരാണ് എന്നവകാശപ്പെടുവാൻ, എന്ന് നടിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? എന്ന് മാത്രവുമല്ല, ആത്മീയക്കാരും പുരോഹിതരും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് എന്നത് മാത്രമല്ല, ഉണ്ട് എന്നല്ല, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, മനഃപൂർവ്വം അത് സ്ഥാപിച്ചിരിക്കുന്നത് മാത്രമല്ല, പുരോഹിതവർഗത്തിനിടയിൽ വേറൊരു ശ്രേണീബദ്ധമായ അസമത്വം സ്ഥാപിച്ചിരിക്കുകയാണ്. കപ്പ്യാർക്ക് ഒരു വില, കൊച്ചച്ഛന് കുറച്ചുകൂടെ വില, അച്ഛന് വേറൊരു വില, വികാരി ജനറാൾക്ക് വേറൊരു വില, കൊച്ചുമെത്രാന് ഒരു വില, വലിയ മെത്രാന് ഒരു വില, മെത്രാപ്പോലീത്തായ്ക്ക് അതിൻ്റെ ഏറ്റവും അപ്പുറത്തെ വില. ലോകത്തിൻ്റെ കാഴ്ചപ്പാടും തിരിച്ചറിവും അല്ലെങ്കിൽ താല്പര്യവും എന്താണ്? അതിന് സമാന്തരമായിട്ട് മാത്രമാണ് ഇതൊക്കെയും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസവും ഉണ്ടാകണം. അപ്പോൾ ഏത് ആത്മീകമായ ദർശനത്തെയാണ് വചനം നമ്മെ അറിയിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെടുത്തി വിളമ്പി നൽകുന്നത്? അതിനെ ആസ്പദമാക്കിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന സഭ, അതിൻ്റെ ഘടനയിൽ അതേ വചനത്തിൻ്റെ ആത്മീയ ദർശനത്തെ പുച്ഛിച്ച് തള്ളുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് ക്രിസ്ത്യാനികളോട് പറഞ്ഞാൽ അവർക്ക് എന്നോട് വളരെയധികം അരിശമാണ് ഈ കാലഘട്ടങ്ങളിൽ. എന്നാൽ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് ഒന്ന് പരിശോധിക്കാൻ എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഭയപ്പെടുന്നത് എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്പഷ്ടമാണ്. നാം ഇപ്പോൾ ആശ്രയിച്ച് കുടികൊള്ളുന്ന ശ്രേണീബദ്ധമായ പുരോഹിത മേൽക്കോയ്മ വേദപുസ്തകം നിഷ്കർഷിക്കുന്ന, പ്രത്യേകിച്ച് പുതിയ നിയമ ആത്മീയതയുടെ ദർശനത്തിൽ നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയമായ സമത്വത്തെ 100% റദ്ദാക്കുന്നതാണ്. ഇതിന് യാതൊരു സംശയമില്ല. ഇത് വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ യേശുവിൻ്റെ വ്യക്തിത്വത്തെയും പരസ്യ ശുശ്രൂഷയും തുറന്ന മനസ്സോടെ ദീർഘനാൾ കാണുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. ഇതിലേറ്റവും കൗതുകകരമായ കാര്യം, ഇങ്ങനെ ആത്മീയമായ സമത്വം എന്ന അടിത്തറയിൽ മാത്രമേ നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ലോകത്തിൽ നിലപാടുകൾ എടുക്കുകയും ചെയ്യാവൂ എന്ന് പഠിപ്പിക്കുന്ന ഈ ആത്മീകമായ പൈതൃകത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിത മേൽക്കോയ്മയാണ് ഈ ആത്മീകമായ സമത്വത്തിൻ്റെ സക്രമെൻ്റൽ ആവിഷ്കാരമായ കാൽ കഴുകൽ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ഓർമ്മിക്കണം. ഏറ്റവും ശ്രേണീബദ്ധമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഞങ്ങളുടെ ദൈവികമായ പൈതൃകമാണ് എന്ന് അവകാശപ്പെടുന്നവർ, പുതിയ നിയമത്തിലെ ആത്മീയതയെ 100% അവഗണിക്കുകയും റദ്ദാക്കുകയും ചെയ്യുന്നവർ, ഞങ്ങൾക്ക് ശ്രേണീബദ്ധമായ മേന്മയും ആത്മീകമായ അധികാരവും നിങ്ങളുടെ മേലുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ പാദസേവ ചെയ്യാൻ മാത്രം കഴിവുള്ളവരാണ് എന്ന വിധത്തിൽ 364 ദിവസവും നടക്കുന്നവരാണ് വർഷത്തിലൊരിക്കൽ ആളുകളുടെ കാല് കഴുകുന്നത്. അങ്ങനെ കാൽ കഴുകൽ ശുശ്രൂഷയുടെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതിനെ വെറും അർത്ഥശൂന്യമായ ഒരു നാടകമായി അധപ്പതിപ്പിച്ചു കഴിഞ്ഞു എന്നതിന് ദുഃഖത്തോടു കൂടെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. നിങ്ങളും അപ്രകാരമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ ഒരു സമത്വം എന്നത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുക ഒരു വിശ്വാസിയുടെ കടമയാണ്. കാരണം ഈ സമത്വത്തിൽ കൂടെ ഒരു പ്രത്യേകമായ വളരെ പ്രസക്തമായ കടമ വെളിപ്പെട്ട് വരുന്നുണ്ട്. അതെന്താണ്? എല്ലാവരും തുല്യമായി പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരാണ് എങ്കിൽ നമുക്ക്
ആത്മീകമായ സഹായവും ഉദവിയും ചെയ്യുവാൻ കഴിവുള്ളവർ ലോകത്തിലില്ല എന്ന് നാം തിരിച്ചറിയുമ്പോൾ, നമുക്കാവശ്യമായ ആത്മീകമായ വളർച്ച പ്രാപിക്കുക ഓരോ വിശ്വാസിയുടെയും വ്യക്തിഗതമായ കടമയാണ് എന്ന് നാം തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഒരു വലിയ വിപ്ലവം നമ്മുടെ മനസ്സിലുണ്ടാകും. അതെന്താണ്? ഞാൻ പ്രാപിക്കേണ്ട ആത്മീകമായ വളർച്ച പ്രാപിക്കാതെ എനിക്ക് ഈ ലോകത്തിൽ യാതൊരു വിധത്തിലുള്ള ആശ്വാസമോ അനുഗ്രഹമോ ഉണ്ടാകുവാൻ സാധ്യമല്ല. ഞാൻ ആൾദൈവങ്ങളെ അന്വേഷിച്ച് പരക്കം പായുന്നത് അർത്ഥശൂന്യമാണ്. ഞാൻ പുരോഹിത വർഗത്തെ ആശ്രയിച്ച് കഴിയുന്നത് എൻ്റെ ആത്മീയ വ്യക്തിത്വത്തിന് അപകടമാണ്. യേശു തൻ്റെ ഉപമയിൽ കൂടെ നമ്മെ അറിയിച്ചതുപോലെ, അതായത് 10 കന്യകമാരുടെ ഉപമയിൽ നമ്മെ അറിയിച്ചതുപോലെ, മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ച് എൻ്റെ എണ്ണയില്ലാത്ത വിളക്കിനെ പ്രശോഭിതമാക്കുവാൻ സാധ്യമല്ല. എൻ്റെ വിളക്ക് കത്തണമെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ എന്താണ് പറയുന്നത്, ട്രഷർ, ധനം ആയ ആന്തരികമായ വളർച്ച എന്ന് പറയുന്ന എണ്ണ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രം, ആത്മീയതയുടെ വളർച്ച എന്ന എണ്ണ വിളക്കാകുന്ന എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. മറ്റൊരു വ്യക്തിയിൽ നിന്നും ഒരു സ്രോതസ്സിൽ നിന്നും കടമെടുക്കുവാൻ കഴിയാത്ത ഒരു അമൂല്യ ധനമാണ്, ഒരു മറഞ്ഞിരിക്കുന്ന നിധിയാണ് ആത്മീയത, അല്ലെങ്കിൽ ദൈവികമായ ആന്തരിക ധനം. അതിനുവേണ്ടി അവിടെയും ഇവിടെയും ഊടാടി നടക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷിച്ച് പരക്കം പായുന്നത് തികച്ചും ബുദ്ധിശൂന്യമാണ്. അതിൽ അങ്ങനെ നടന്ന 5 കന്യകമാർ പുറന്തള്ളപ്പെട്ടു എന്ന് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നാം പിറന്നു വീണപ്പോൾ തൊട്ടേ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശീലനത്തിൽ നിങ്ങൾക്കാവശ്യമായ എണ്ണ തക്ക സമയത്ത് അന്തിമ നിമിഷത്തിൽ അവിടെ നിന്നോ ഇവിടെ നിന്നോ നിങ്ങൾക്ക് വേണ്ടതുപോലെ തെണ്ടാനറിയാമെങ്കിൽ നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എണ്ണയുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു പഠിപ്പീരാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ്, വർഷം മുഴുവനും വേണ്ടതുപോലെ വിദ്യ അഭ്യസിക്കുവാൻ, പഠിക്കുവാൻ താല്പര്യപ്പെടാത്ത ഒരു കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു ദേവദാസനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് വിട്ടാൽ അവൻ അർഹിക്കാത്ത മാർക്ക് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞിനെ അവൻ പോകുന്ന വഴിയുള്ള കുരിശ് തൊട്ടിയിൽ അവനെ കൊണ്ട് 5 രൂപ ഇട്ടാൽ, 10 രൂപ ഇട്ടാൽ, ആ 10 രൂപ കണ്ട് കണ്ണും വീഴ്ച ദൈവം അവൻ അർഹിക്കാത്ത അനുഗ്രഹം കൊടുക്കും എന്ന വളരെ പ്രാകൃതമായ ആ ഒരു ധാരണ ഇന്നും നമ്മുടെ മധ്യത്തിൽ കൊടികുത്തി വാഴുന്നുണ്ട് എന്നത് നമുക്കറിയാം. അങ്ങനെ നമ്മുടെ ആത്മീയത അല്ലെങ്കിൽ മതപരമായ ഭക്തി നാം ഒന്ന് പരിശോധിച്ചാൽ, ഇപ്രകാരമുള്ള അടിമത്വത്തിൻ്റെയും ആശ്രയബോധത്തിൻ്റെയും തെണ്ടൽ മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ യേശു വിഭാവന ചെയ്ത ആത്മീയത ഇതിന് ഘടകവിരുദ്ധമായിരുന്നുവെന്ന് 2000 വർഷം കൊണ്ട് തിരിച്ചറിയാൻ മനുഷ്യർ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പിൽ ആദ്യം മുതൽ അവസാനം വരെയും ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് തെണ്ടുവാൻ ആരെയും യേശു പഠിപ്പിച്ചില്ല. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന താലന്തുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെപ്പറ്റിയുള്ള ബഹുമാനം കൊണ്ട്, അതിൻ്റെ ആഹ്ലാദത്തിൻ്റെ തിമിർപ്പ് കൊണ്ട്, ആവേശത്തോടുകൂടെ അവ ഓരോന്നും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ കൂട്ടാക്കുകയും അനന്തമായി അധ്വാനിക്കുകയും ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ താലന്തുകൾ വർദ്ധിക്കുകയും നിങ്ങൾ നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാരായി തീരുകയും നിങ്ങൾ ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗഭാക്കുകളാകുകയും ചെയ്യുമെന്നാണ് യേശുവിൻ്റെ പഠിപ്പീര്. നിങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് തെണ്ടരുത്. കാരണം നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവ മക്കളായിട്ടാണ്. ഒരു മാതാവിനും ഒരു പിതാവിനും സ്വന്തം മക്കൾ തൻ്റെ മുമ്പിലിരുന്ന് തെണ്ടുന്നത് അത്ര സ്വീകാര്യമായ
ഒരു അവസ്ഥയായി തോന്നാറില്ല. അത് മർമ്മഭേദകമാണ്. ഈ ഒരു തത്വമെങ്കിലും മനസ്സിലാക്കാൻ ജനം കൂട്ടാക്കിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ്. യേശു എനിക്ക് നൽകിയ നിർദ്ദേശം, യേശു എനിക്ക് ദർശനത്തിൽ പ്രത്യക്ഷനായി മകനെ നീ ഇത് ചെയ്യണം ഇത് എന്ന് പറഞ്ഞെന്ന് എനിക്ക് യാതൊരു അവകാശവുമില്ല. ഞാനതിന് യോഗ്യനല്ല. പക്ഷേ ഈ അകാലപ്രജ പോലെയുള്ള എനിക്കും ആത്മീയമായ ചില തിരിച്ചറിവുകൾ ഉണ്ടാകത്തക്കവണ്ണമുള്ള സാഹചര്യം യേശു സൃഷ്ടിച്ചിട്ടുണ്ട്. എൻ്റെ പേരാണ് യേശുവിൻ്റെ പഠിപ്പീർ, എൻ്റെ പേരാണ് യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ വ്യക്തിത്വം. അതിന്നും നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ യേശു എനിക്ക് നൽകിയ അറിവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. യേശു എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നീ ആരുടെയും അടിമയാകരുത്, ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നവനാണ്. 2, ഞാൻ ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ വന്നവനാണ്. ദരിദ്രനാണ് തെണ്ടേണ്ട ആവശ്യം, നീ ദരിദ്രനല്ല. ദരിദ്രർക്കുള്ള സുവിശേഷം എന്താണ്? നിനക്ക് തെണ്ടേണ്ട ആവശ്യമില്ല. നിൻ്റെ ഉള്ളിൽ ജീവജലത്തിൻ്റെ ഉറവകളുണ്ട്. നീ മറ്റുള്ളവരുടെ മുമ്പിൽ തെണ്ടുന്നതിന് പകരം മറ്റുള്ളവർക്ക് നീ അനുഗ്രഹമായി തീരത്തക്കവണ്ണം നിൻ്റെ വ്യക്തിത്വം വളരാൻ സാധ്യതയുണ്ട് എന്നതാണ് ദരിദ്രർക്കുള്ള സുവിശേഷം. ആ സുവിശേഷം എന്നും പ്രസംഗിക്കപ്പെട്ടിട്ടില്ല, സാക്ഷീകരിക്കപ്പെടുന്നില്ല. അതിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രേണീബദ്ധമായ ഈ പുരോഹിത വർഗ മേൽക്കോയ്മയിൽ സൃഷ്ടിക്കപ്പെട്ട കൃത്രിമമായ യേശുവിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട, എന്നാൽ അതേസമയം കള്ളപ്രവാചകന്മാർക്ക് മാത്രം കൊയ്ത്ത് നടത്തുവാൻ സാധിക്കുന്ന ഈ മതമേഖല കൊണ്ടാണ്. ഇവിടെ പെട്ടുപോകുന്നവർ പട്ടുപോകും എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇത് യേശുവിൻ്റെ ആദർശങ്ങളെയും ആത്മീയമായ അറിവിനെയും 100% റദ്ദാക്കുന്നൊരു വ്യവസ്ഥിതിയാണ് എന്നത് അനുഭവം കൊണ്ട് ഏവരും തിരിച്ചറിയേണ്ടതാണ്. പക്ഷേ അനുഭവം പോലും അന്വേഷണ ബുദ്ധിയിൽ തിരിച്ചറിയുവാൻ ഉള്ള ഒരു പരിശീലനമോ നട്ടല്ലോ നമുക്കില്ലാത്തത് കൊണ്ട് ഈ ദുരവസ്ഥയിൽ നാം കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമത്വം നാം വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. എല്ലാവരും ഒന്നുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ നാം കൃത്യമായും തിരിച്ചറിയേണ്ടത്, ദൈവ തേജസ്സുള്ള ഒരുത്തനും ഈ ഭൂമിയിലില്ല. ഒരു മെത്രാനുമില്ല, ഒരു കിത്രാനുമില്ല, ഒരു മെത്രാപ്പോലീത്തായുമില്ല, ഒരു കിത്രാപ്പോലീത്തായുമില്ല, ഒരു പോപ്പുമില്ല, ഒരു കീപ്പുമില്ല, ഒരു ചീപ്പുമില്ല. എല്ലാവരും തുല്യമായി പാപികളാണ്. എന്നാൽ അതേസമയം തന്നെ നാം എന്താണ് കാണുന്നത്? നിങ്ങൾ പാപികളാണ്, നിങ്ങൾ പാപികളാണ്, നിങ്ങൾ പാപികൾ, നിങ്ങൾ നരകത്തിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ തുച്ഛമായി അവരിൽ അവശേഷിക്കുന്ന ആത്മധൈര്യം പോലും കെടുത്തി അവരെ കൂടുതൽ ആശ്രയബോധത്തിലേക്കും അടിമത്വത്തിലേക്കും വഴി നടത്തി അവരെ തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ പോലെ കറന്ന് പ്രയോജനപ്പെടുത്തുവാനുള്ള തികച്ചും മനുഷ്യ നന്മയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥിതി, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി സ്വയം ജീവനെ കാൽവറിയിൽ യാഗമായി നൽകിയ യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെടുന്നു. അത് ഒരു വലിയ പന പോലെ തഴച്ചു വളരുന്നു എന്നത് അസഹനീയമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ വിശ്വാസികളെ നാം വചനത്തിൽ വിശ്വസിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത്, ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ മേൽത്തരമായ ആളുകളാണ്, ഞങ്ങൾ വേറൊരു കിടയിലുള്ള വേറൊരു ശ്രേണിയിലുള്ള ആളുകളാണ് എന്ന നിഗമനത്തിൽ ഒരു വിധത്തിലും സാധൂകരിക്കാൻ ഇടയാകാത്ത, വഴിയില്ലാത്ത ഈ ആത്മീയ അധികാരവും ധിക്കാരവും കൊണ്ട് നടക്കുന്നവരോട് ചോദിക്കണം, പ്രിയപ്പെട്ട തിരുമേനി, പ്രിയപ്പെട്ട അച്ഛ, റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം അറിയാമോ? അറിയാമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ അർത്ഥത്തെ ഞങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ? ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളത് സ്വീകരിക്കണമോ വേണ്ടയോ? വേദപുസ്തകം എല്ലാവർക്കും തുല്യമായി ബാധകമാണോ അല്ലയോ? യേശുക്രിസ്തു നമുക്ക് നൽകിയ മാതൃക തുല്യമായി എല്ലാവർക്കും ബാധകമാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ കുരുടന്മാരുടെ കണ്ണ് തുറക്കാൻ വന്നവരാണ്. ഈ കുരുടർ എന്ന അവസ്ഥയിൽ, കണ്ണ് കാണാൻ വയ്യ,
കാഴ്ചയില്ല എന്ന അവസ്ഥയിലാണ് അധികാരവർഗം, അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും എന്നത്. ഷേക്സ്പിയർ തൻ്റെ ഏറ്റവും ശക്തിയേറിയ നാടകം, ദ മോസ്റ്റ് പവർഫുൾ ട്രാജഡി ബൈ ഷേക്സ്പിയർ, എൻ്റെ പേര് കിങ് ലിയർ എന്നാണ്. അതിനകത്ത് 2 ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ, ഒന്ന് ഗ്ലസ്റ്റർ എന്നും മറ്റേത് കിങ് ലിയർ എന്നുമാണ്. ഇവരുടെ 2 പേരിലും അന്ധത എന്താണ് എന്നുള്ളതിൻ്റെ ചിത്രീകരണമാണ്. ഗ്ലാസ്റ്റർ പറയുന്നത്, ഐ സ്റ്റംബിൾഡ് വെൻ ഐ സോ, എനിക്ക് കാണാൻ കണ്ണുണ്ടായിരുന്നത് കൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ലിയർ പറയുന്നത്, ഞാൻ അധികാര മത്തനായിരുന്നത് കൊണ്ട് ലോക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സിംഹാസനം നഷ്ടപ്പെട്ട് സ്വന്തം പെൺമക്കളായ ഗുണറിലെയും റീഗൻ്റെയും ക്രൂരതയുടെ മുള്ള് ഹൃദയത്തിൽ ഏറ്റതിൻ്റെ വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ട് കിങ് ലിയർ പറയുന്ന ചില വാക്കുകളുണ്ട്. അതേതാണ്ട് ഇങ്ങനെയാണ്: Thou wretched people of the world, you wretched people of the world, wheresoever you are, that bide the pelting of this pitiless storm, how shall this looped and ragged windowless protect you from seasons such as this? Oh, I have taken too little care of this. ഞാൻ ഈ ഒരു യാഥാർത്ഥ്യത്തെ 100% അവഗണിച്ചാണല്ലോ 80 വയസ്സ് വരെ ജീവിച്ചതെന്ന് പറയുന്നത്. ലോകത്തിലുള്ള പാവപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കിങ് ലിയർ പറയുകയാണ്, നിങ്ങളുടെ ഈ അവസ്ഥ കാണാൻ എനിക്ക് കണ്ണില്ലാതെ പോയല്ലോ. ഞാൻ സിംഹാസനത്തിരുന്നു, ഞാൻ അംശവടി പിടിച്ച് കിരീടം ധരിച്ച് ഞാനിങ്ങനെ വലിയ അധികാരത്തിൻ്റെ മത്ത് പിടിച്ച് നടന്നു. നിങ്ങളുടെ ജീവിത അവസ്ഥകൾ കാണാൻ, യുവർ ലൂപ്ഡ് ആൻഡ് റാഗഡ് വിൻഡോഡ് റാഗഡ്നെസ് മീൻസ് വസ്ത്രമെല്ലാം കീറി പറഞ്ഞ്, ഒന്നും ഉടുക്കാൻ പോലുമില്ല, കഴിക്കാനില്ല, ഉടുക്കാനില്ല, കിടക്കാനിടമില്ല, മനുഷ്യൻ്റെ പട്ടിണി. ഇത് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ വലിയ രാജാവായി അധികാരത്തിൻ്റെ ആ ഉച്ചകോടിയിൽ നിന്ന് ഭരിച്ചു. പക്ഷേ ഐ ഹാവ് ടേക്കൻ ടു ലിറ്റിൽ കെയർ ഓഫ് ദിസ്. ഞാൻ അന്ധനായിരുന്നു. ഈ അന്ധത തിരിച്ചു വരുമ്പോഴത്തേക്കും കാലം അസ്തമിച്ചിരിക്കും, രാത്രിയായിരിക്കും. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് വചനം നമുക്ക് നൽകിയത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ കുരുടരുടെ കണ്ണ് തുറക്കാൻ. അങ്ങനെ അധികാരത്തിലിരിക്കുന്നവർ കണ്ണു തുറക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് സത്യസന്ധമായ ദൈവം നൽകിയ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാനൊരു കടമയുണ്ട്. നാം ആ കടമ നിർവഹിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, കടമ നിർവഹിക്കാൻ കൂട്ടാക്കുന്ന ആളുകളെ അവർ മതത്തിൻ്റെ ബദ്ധശത്രുക്കളായതുകൊണ്ട് നിങ്ങൾ അവരെ കുഷ്ഠരോഗികളെ പോലെ കണ്ട് അവരെ ഒഴിവാക്കണം എന്ന് പഠിപ്പിക്കുന്ന പുരോഹിതവർഗത്തിൻ്റെ അടിമകളായി, റാൻമൂടികളായി വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ, കുഞ്ഞാടുകൾ കഴിയുന്ന കാലഘട്ടത്തിൽ, വളരെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, അതിൽ ശ്രേണീബദ്ധമായ ഒരു പുരോഹിതവർഗത്തിൻ്റെ സാധൂകരണമുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നാം പഴയ നിയമം മാത്രമല്ല പുതിയ നിയമത്തിലും വിശ്വസിക്കുന്നവരാണല്ലോ. പഴയ നിയമത്തിലെ നിലപാടുകളെ യേശു അതിജീവിച്ചു എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ദയവായി ഈ കാര്യം മനസ്സിലാക്കുക. വേദപുസ്തകത്തിൽ ഒരു സമത്വമുണ്ട്, അത് ആത്മീയ സമത്വമാണ്. ആ സമത്വം നാം വിശ്വസിക്കുന്നുവെങ്കിൽ മേലാളന്മാരും കീഴാളന്മാരുമായി വിശ്വാസ സമൂഹത്തെ കീറിമുറിക്കുന്ന ഈ പൈശാചികമായ വ്യവസ്ഥിതിയെ നാം ഒഴിവാക്കണം എന്ന് മാത്രവുമല്ല, ആത്മീകമായ എളിമയിൽ കൂടെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ട ഒരു കടമ, നമ്മുടെ ഏവരുടെയും വ്യക്തിത്വം, ആത്മീയ വ്യക്തിത്വം ഏറ്റവും മഹനീയമായ തീരത്തക്കവണ്ണം അനുദിനം അതിനെ വളർത്തിയെടുക്കാനുള്ള ചുമതല നമുക്കുണ്ട്. അതിന് ഉതകുന്ന വിധത്തിലാണ് നമ്മെ വിവിധമായ താലന്തുകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും താലന്തുകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അവയെ വികസിപ്പിച്ചെടുക്കത്തക്കവണ്ണമുള്ളൊരു പ്രേരണ സഭയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ യാതൊരു സൂചനയും നമുക്ക് ലഭിക്കാറില്ല. കാരണം ജനം വളരുന്നത് ലാക്കാക്കിയുള്ളൊരു ആത്മീയമായ പ്രസ്ഥാനം ഒരു സഭയിലും ഒരു കാലത്തുമില്ലായിരുന്നു, പ്രത്യേകിച്ച് ഈ കാലത്ത് അല്പം പോലുമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട്
യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞിട്ടല്ലാതെ നമുക്ക് യാതൊരു പ്രത്യാശയ്ക്കും വഴിയില്ല എന്ന ആത്മീയ സത്യം വളരെ വിനയത്തോടെ ഏവരെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ചിന്ത ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ വീഡിയോ അല്പം നീണ്ടുപോയതിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇങ്ങനെയുള്ള ആശയങ്ങൾ വളരെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അവയെ സൂചിപ്പിക്കുവാൻ അല്പം വിശദീകരിച്ച് പരാമർശിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിൽ ഇടം പിടിക്കുകയുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ്. ഏവർക്കും നമസ്കാരം.